3 1/2 കൂട്ടണം 2 1/2. നമുക്ക് ഈ കണക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി, ഇതിനെ മിശ്ര ഭിന്നം മാറ്റുക. 3 കൊണ്ട് 2നെ ഗുണിക്കുക. 3 2 6, 1 കൂട്ടുക. 6 1 7/2 എന്ന് എഴുതുക. 7/2 കൂട്ടണം. അതുപോലെ 2 1/2, 2 കൊണ്ട് 2നെ ഗുണിക്കുക. ഈ 2 4, എന്നിട്ട് 1 കൂട്ടുക. അപ്പോൾ 2 4 1 5/2, 5/2 എന്ന് വരും. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ അംശങ്ങൾ 7 + 5 പൊതുവായ ഛേദം 2 തൊടുക. 7 5 കൂട്ടുമ്പോൾ 12/2 ഹരിച്ച ഉത്തരം 6. ഇതാണ് ഒരു രീതി. മറ്റൊരു രീതിയിൽ ചെയ്യാം. 3 1/2 + 2 1/2. ഇതിലത്തെ സംഖ്യകൾ മാത്രം എടുക്കുക. ഏതൊക്കെയാണ്? 3 2, അത് രണ്ടും കൂടി കൂട്ടുക. 3 + 2. ഇനി അതിലത്തെ ഭിന്നസംഖ്യകൾ കൂട്ടുക, ഫ്രാക്ഷൻസ്. ഏതൊക്കെയാണ്? 1/2 1/2 + 1/2 + 1/2. ഈ സംഖ്യകൾ കൂട്ടുമ്പോൾ 3 2 കൂട്ടുമ്പോൾ 5 എന്ന് വരും. കൂട്ടണം. 1/2 1/2 കൂട്ടുമ്പോൾ അരയും കൂട്ടുമ്പോൾ 1 ആണ്. അല്ലെങ്കിൽ ഇത് ഛേദങ്ങൾ തുല്യമാണ്. ഇവിടെ പറഞ്ഞ പോലെ അംശങ്ങൾ കൂട്ടുക. 1 1 2/2 എന്ന് വരും. അപ്പോൾ എത്ര വരും? 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5 1 കൂട്ടിയ ഉത്തരം 6.